എല്ലാവർക്കും നമസ്കാരം. 7ാം ക്ലാസ്സിൻ്റെ അവസാന പാഠമായ ദീനദയാലുത, 10ാമത്തെ പാഠം ദശമഹാപാഠഃ ദീനദയാലുത. ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ 68 മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ കുഞ്ചൻ നമ്പ്യാർ രണ്ടുപേരുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഈ രണ്ട് പ്രതിഭാശാലികളെയും അവരുടെ സാഹിത്യ മേഖലയെയും കുറിച്ച് ചർച്ച നടത്തുവാനാണ് ഉദ്ദേശം. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ നമുക്കറിയാം, വ്യാകരണാദി കാര്യങ്ങളിലും സ്തോത്രകാവ്യങ്ങളുമൊക്കെ രചിച്ച ഒരു മഹാനുഭാവനാണ്. അദ്ദേഹത്തിൻ്റെ രചനകളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചുകൂടി ഗംഭീര്യം നിറഞ്ഞ സാഹിത്യ ശൈലിയിലുള്ള രചനകൾ, സ്തോത്രകാവ്യങ്ങൾ, നാരായണീയം പോലുള്ള കൃതികൾ, അതുപോലെ തന്നെ പ്രക്രിയാ സർവസ്വം പോലുള്ള വ്യാകരണാദി ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച അദ്ദേഹമാണ് ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ. എന്നാൽ കുഞ്ചൻ നമ്പ്യാരാവട്ടെ കുറച്ചുകൂടി ലളിതമായ രീതിയിലേക്ക് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന തരത്തിലുള്ള സാഹിത്യ സംഭാവന നൽകിയ ആളാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. സംസ്കൃത സാഹിത്യ ലോകത്ത് വിഭിന്ന തരത്തിലുള്ള സാഹിത്യ സംഭാവന നൽകിയ വ്യക്തികൾ. സംസ്കൃത സാഹിത്യ രംഗത്ത് പ്രൗഢമായ രചനകളും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രചനകളും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് ചർച്ച പോകുക. അതിനുശേഷം കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം നൽകിയ സംഭാവന, അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഘോഷയാത്ര എന്ന പറയുന്ന തുള്ളൽ കൃതി, ആ കൃതിയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ പാഠം ഒരു ചമ്പൂ കാവ്യമാണ്. രണ്ട് തരം കാവ്യങ്ങളുണ്ട്, ഗദ്യകാവ്യവും പദ്യകാവ്യവും. അപ്പോൾ ഗദ്യതരത്തിലുള്ള കാവ്യങ്ങളും പദ്യത്തിലുള്ള കാവ്യങ്ങളും ഇത് രണ്ടും ചേർന്ന മിശ്ര കാവ്യം അല്ലെങ്കിൽ ചമ്പൂ കാവ്യം എന്ന് പറയുന്നു. അത്തരത്തിൽ ഉൾപ്പെടുന്ന ഒരു പാഠമാണ് ദീനദയാലുത. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിൽ ഉൾപ്പെടുന്ന മൂഷകൻ്റെയും മാർജാരൻ്റെയും കഥയാണ് ഇവിടെ ദീനദയാലുത എന്ന പേരിൽ നമ്മുടെ പാഠഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ദശമഹാപാഠഃ ദീനദയാലുത. ഈ പാഠത്തിൻ്റെ ആമുഖ പ്രവർത്തനമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോം മാർജാരസ്യ ജെറി മൂഷകസ്യ ച വ്യംഗ്യചലച്ചിത്രം പ്രദർശയതി. ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂൺ നമ്മൾ കാണിക്കുന്നു. അതായത് ടോം ആൻഡ് ജെറി കാർട്ടൂൺ നമുക്കറിയാം, അതിനകത്ത് ഒരു ഡയലോഗ് പോലുമില്ല. അതിൻ്റെ മ്യൂസിക് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. അത്തരത്തിലുള്ള ഈ ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂൺ നമ്മൾ കാണിക്കുന്നു. തൊട്ടടുത്ത ചോദ്യം, മൂഷകസ്യ മാർജാരസ്യ ച വിശേഷതാഃ കാഃ ഇത്യസ്മിൻ വിഷയെ ചർച്ചാം കാരയതി. അതായത് നമ്മൾ ഈ കാർട്ടൂൺ കാണിച്ചതിന് ശേഷം ഈ എലിയുടെയും ഈ പൂച്ചയുടെയും വിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നു. അപ്പം നമ്മൾ ഈ കാർട്ടൂൺ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ടോമിൻ്റെയും ജെറിയുടെയും കാർട്ടൂണിൽ ഈ രണ്ടുപേരും പരസ്പരം ശത്രുക്കളാണ് എങ്കിലും പലപ്പോഴും ഇവരെന്താണ് നല്ല സ്നേഹത്തിലും കഴിയുന്ന രംഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു കാര്യമില്ലാതെ എന്താണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്തുണ്ട്, ചെറിയൊരു സ്നേഹമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു കാർട്ടൂണാണ് നമ്മൾ കാണിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ പറയുകയാണ്, എല്ലാം കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ പാഠത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പാഠം ആണ് നമ്മുടെ ദീനദയാലുത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠത്തിൻ്റെ തുടക്കത്തിന് ചിത്രമൊക്കെ കണ്ടാൽ കുട്ടികൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ലഘു ചർച്ച നടത്തിയിട്ട് അവരെ വിശേഷതയൊക്കെ ഒന്ന് പറഞ്ഞ്, ഇപ്പോൾ നമ്മൾ സ്നേഹത്തെക്കുറിച്ചും മൈത്രിഭാവത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ദീനദയാലുത എന്ന ഈ പാഠത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആമുഖം. ഗദ്യം പദ്യം മിശ്രം ഇതി കാവ്യം ത്രിവിധം ഭവതി. ഗദ്യകാവ്യം, പദ്യകാവ്യം, മിശ്രകാവ്യം, ഇങ്ങനെ കാവ്യങ്ങൾ 3 തരത്തിലുണ്ട്. ഗദ്യപദ്യമയം കാവ്യം ഭവതി മിശ്രകാവ്യം. ഗദ്യവും പദ്യവും കലർന്നതാണ് മിശ്രകാവ്യം. അതായത് പാട്ടും കഥയും ചേർന്നാണ് അർത്ഥം. മിശ്രകാവ്യസ്യ ചമ്പൂകാവ്യമിതി നാമാന്തരമസ്തി. മിശ്രകാവ്യത്തിന് ചമ്പൂകാവ്യം എന്നൊരു മറ്റൊരു പേരുമുണ്ട്. പ്രഥമം ചമ്പൂകാവ്യം ഭവതി ചമ്പൂരാമായണം. ആദ്യത്തെ ചമ്പൂകാവ്യമാണ് ചമ്പൂരാമായണം. അസ്യ കർത്ത ഭോജരാജഃ. അതിൻ്റെ രചയിതാവ് ഭോജരാജനാണ്. മഹാഭാരതസ്യ ശാന്തിപർവണി വർത്തമാന മൂഷകമാർജാര കഥ അത്ര ചമ്പൂരൂപേണ അവതാര്യത. നമ്മുടെ ഈ പാഠഭാഗത്ത് മഹാഭാരതത്തിലെ ശാന്തിപർവത്തിലുള്ള മൂഷകൻ്റെ, എലിയുടെയും പൂച്ചയുടെയും കഥയാണ് ചമ്പൂ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കഥേയം കുഞ്ചൻ നമ്പ്യാർ മഹാശയേന ഘോഷയാത്ര ഇതി തുള്ളൽ കാവ്യേ അഭി പരാമൃഷ്ട വർത്തതെ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ലിങ്ക് ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ചിത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കാവ്യമായ ഘോഷയാത്രയിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ശേഷം നമ്മൾ കാവ്യത്തിന് ആമുഖമായ പദ്യം, ആമുഖപദ്യം അവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതിഹാസ പ്രസിദ്ധാസ മൂഷമാർജാരയോ കഥ ബാലാനാം സുഖബോധായ ചമ്പൂരൂപേണ കഥ്യത്തെ.
ഇതിഹാസ പ്രസിദ്ധമായ ആ മൂഷമാർജാരയോഹോ കഥ, കഥേനെയാണ് സ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ കഥ എന്നർത്ഥത്തിലാണ്. നമുക്കറിയാം സ്ത്രീലിംഗ ശബ്ദമാണ് കഥ എന്നത്, അതുകൊണ്ടാണ് സ. പുല്ലിംഗ ശബ്ദമാണെങ്കിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത് സഹ എന്നാണ്. ഓക്കെ. മൂഷമാർജാരന്മാരുടെ ഇതിഹാസ പ്രസിദ്ധമായ ആ കഥ. ബാലാനാം സുഖബോധായ, കുട്ടികൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് ചമ്പൂരൂപേണ കഥ്യത, ചമ്പൂരൂപത്തിൽ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അധ കഥാചിത് ക്ഷുതാർത്ഥഃ മാർജാരഃ കാനനമാർഗേണ സഞ്ചരൻ ആസീത് അനവരതം ഇതസ്തതഃ അന്വിഷ്യാപി സ ബിഡാലഃ കിമപി ഭോജ്യം ന ലഭത. ഇത്രയും ഭാഗത്തെ അർത്ഥം നമുക്ക് നോക്കാം. അഥ കഥാചിത് ക്ഷുതാർത്ഥഃ മാർജാരഃ, അങ്ങനെ ഒരു വിശന്നു വലഞ്ഞ മാർജാരൻ, പൂച്ച, കാനനമാർഗത്തിലൂടെ, വനത്തിലെ വഴിയിലൂടെ, സഞ്ചരന്നാസീത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനവരതം ഇതസ്തതഃ അന്വിഷ്യാപി സ ബിഡാലഃ കിമപി ഭോജ്യം ന ലഭത. അനവരതം, നിർത്താതെ, തുടർച്ചയായിട്ട്, അവിടെയും ഇവിടെയും, ഇതസ്തതഃ, അവിടെയും ഇവിടെയും, അന്വിഷ്യാപി, അന്വേഷിച്ചിട്ടും, സ ബിഡാലഃ, ആ പൂച്ച, കിമപി ഭോജ്യം ന ലഭത, ആ പൂച്ചയ്ക്ക് ഒരു ഭോജനവും ലഭിച്ചില്ല. ക്ഷുതയാ പിപാസയ, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും, നിതരാം പീഡിത, അങ്ങനെ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും, നിതരാം പീഡിത, വളരെയധികം പീഡിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ വിഷമിച്ചു വലഞ്ഞ, ചിന്താകുലശ്ച, ചിന്താകുലനാവുകയും ചെയ്ത, അതായത് എനിക്ക് ഭക്ഷണം എവിടെ കിട്ടും എന്ന് ചിന്താകുലൻ, ടെൻഷനാവുകയും ചെയ്ത, സഹ പുരതഃ ദൃഷ്ടേണ മാർഗേണ അഗച്ഛത്, അങ്ങനെയുള്ള അവൻ മുൻപിൽ കണ്ട മാർഗത്തിലൂടെ പോയി, അഗച്ഛത്, പോയി. ഛടിതി, പെട്ടെന്ന്. അടുത്തൊരു പദ്യം അവിടെ കൊടുത്തിരിക്കുകയാണ്. അഹോ കഷ്ടം സമാർജാര ക്ഷുതാർത്ഥ ഖിന്നമാനസ വ്യാധേന കേനജിക്ഷിപ്തേ ജാലേ ബദ്ധോ ഭവത്തഥാ. അഹോ കഷ്ടം സമാർജാര, അല്ലയോ കഷ്ടം ആ മാർജാരൻ, ക്ഷുതാർത്ഥ ഖിന്നമാനസ, എങ്ങനെയുള്ള മാർജാരൻ, ആകെ വിഷമിച്ച്, മനസ്സുകൊണ്ട് വിഷമിച്ചു വലഞ്ഞ ആ മാർജാരൻ, വ്യാധേന കേനജിത് ക്ഷിപ്തേ, കേനജിത് വ്യാധേന ക്ഷിപ്തേ എന്ന് വേണം വായിച്ചെടുക്കാൻ. അതായത് ഏതോ ഒരു വേട്ടക്കാരനാൽ എറിയപ്പെട്ട അല്ലെങ്കിൽ വിരിക്കപ്പെട്ട, ജാലേ ബദ്ധോ അഭവത്തഥ, വലയിൽ, ബത്തഹ എന്നതിന് വീണുപോയി അല്ലെങ്കിൽ പെട്ടുപോയി, അഭവത്, ബദ്ധോ അഭവം കഴിഞ്ഞാൽ വീണുപോയി അല്ലെങ്കിൽ പെട്ടുപോയി, തഥാ അപ്പോൾ എന്നാണ് ആ പദ്യത്തിൻ്റെ അർത്ഥം. ജാലേ ബദ്ധഃ സഹരോദിതി സ്മ, ഇവിടെ സ്മായുടെ പ്രയോഗം വരികയാണ്. ലെട്ട് ലകാരത്തിൻ്റെ കൂടിയാണ് സ്മാ ചേർക്കുക, അപ്പോൾ ലെങ് അർത്ഥം കിട്ടും, അതായത് ഭൂതകാല അർത്ഥം കിട്ടും. വർത്തമാനകാലത്തിൻ്റെ കൂടെ സ്മാ എന്ന് ചേർത്താൽ ഭൂതകാല അർത്ഥം. അപ്പോൾ രോദിതി സ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോദിതി എന്ന് പറഞ്ഞാൽ കരയുക, സ്മാ ചേർക്കുമ്പോൾ കരഞ്ഞു എന്നർത്ഥം വരും. അപ്പോൾ ഈ വലയിൽ വീണ ആ പൂച്ച കരഞ്ഞു, അവൻ കരഞ്ഞു. അവൻ കരഞ്ഞതൊരു പദ്യരൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഹാ ഹാ മാം രക്ഷ രക്ഷേതി ഹസ്തോ പാദൗ ച കമ്പയൻ മ്യാവൂ മ്യാവൂച്ചരാവേണ ബിഡാലോ വ്യലബത്തഥാ. ഹാ ഹാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഹസ്തോ പാദൗ ച കമ്പയൻ, ഇങ്ങനെ കയ്യും കാലും വിറച്ചിട്ട്, മ്യാവൂ മ്യാവൂച്ചരാവേണ, മ്യാവൂ മ്യാവൂ എന്ന ഉച്ച ശബ്ദത്തിൽ, ബിഡാലോ വ്യലബത്തഥ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ പൂച്ച കരഞ്ഞു. എന്നിട്ട് പറയാണ്, ജാലാത് കഥഞ്ചിത് മുക്തിം പ്രാപ്തും സഹമാർജാരഃ സുതരാം യതതേസ്മ, വലയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷ നേടുവാനായി ആ മാർജാരൻ കഠിനമായി പ്രയത്നിച്ചു. പരന്തു അത്യന്തം ശ്രാന്തഃ സഹ ജാലതന്തൂൻ കർത്തയിതും അശക്തഃ അഭവത്, എന്നാൽ വളരെയധികം ക്ഷീണിച്ച അവൻ വലയിലെ കണ്ണികളെ മുറിക്കുവാനായി അശക്തനായി തീർന്നു. അടുത്ത സെന്റൻസ് നോക്കൂ. തസ്യ രോദനം ശ്രുത്വാ നികടസ്ഥാനാത് ബിഡബകോട്ടരാത് കശ്ചന മഹാമൂഷകഃ ബഹിരാഗതഃ. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് നികടസ്ഥാനാത്, തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നും, ബിഡബ കോട്ടരാത്, വൃക്ഷത്തിൻ്റെ മാളത്തിൽ നിന്നും, വൃക്ഷത്തിന് താഴെയുള്ള അല്ലെങ്കിൽ ശാഖയുടെ താഴെയുള്ള മാളത്തിൽ നിന്നും, കശ്ചന മഹാമൂഷകഃ, ഏതോ ഒരു വലിയ എലി, ബഹിരാഗതഃ, പുറത്തേക്ക് വന്നു. തം ദൃഷ്ട്വാ മാർജാരഃ ദീനസ്വരേണ അവദത്, അവനെ കണ്ടിട്ട് ഈ പൂച്ച ദീനസ്വരത്തിൽ പറഞ്ഞു, അതായത്
വിഷമത്തോടു കൂടി പറഞ്ഞു എന്നർത്ഥം. അവൻ പറഞ്ഞത് ഒരു പദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സത്വരം രക്ഷമാമാഖോ ബദ്ധോ ജാലേത്ര മിത്രഗ നാസ്തി മേ ശത്രുത കിഞ്ചിത് ത്വാമഹം ശരണം ഗത. സത്വരം രക്ഷ മാം ആഖോ, വേഗത്തിൽ, സത്വരം വെച്ചാൽ വേഗത്തിൽ രക്ഷിക്കൂ, മാം എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. മാം എന്നത് അസ്മത് ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനമാണ്. എന്നെ എന്നർത്ഥം വരുന്ന അർത്ഥം ഇതാണ്. ആഖോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആഖു എന്നാൽ മൂഷകനാണ്. അതിനെ സംബോധന ചെയ്തിരിക്കുകയാണ് ആഖോ എന്നത്. അപ്പോൾ മാം ആഖോ എന്നാണ്. അപ്പോൾ എന്താണ്? സത്വരം രക്ഷ, വേഗത്തിൽ എന്നെ രക്ഷിച്ചാലും ആഖോ. അപ്പോൾ എന്താണ്? അല്ലയോ എലി, എന്നെ വേഗം രക്ഷിച്ചാലും എന്നർത്ഥം. ബദ്ധോ ജാലേ എത്ര മിത്രക, ഞാൻ ബദ്ധനാണ് ഈ ജാലത്തിൽ, അത്ര ഇവിടെ, ഈ വലയിൽ ഞാൻ ബദ്ധനായി തീർന്നിരിക്കുകയാണ്, മിത്രമേ എന്നർത്ഥം. അടുത്ത് നാസ്തി മേ ശത്രുത കിഞ്ചിത്, കിഞ്ചിത് അല്പം പോലും, ശത്രുത മേ നാസ്തി എന്നോട് അല്പം പോലും ശത്രുത വേണ്ട, മേ എന്നോട് ശത്രുത അല്പം പോലും വേണ്ട, തോന്നരുതേ. ത്വാമഹം ശരണം ഗതഃ, ത്വാം അഹം, നിന്നിലാണ് അഹം ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത്, നീ അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. നമ്മൾ ശത്രുക്കളൊക്കെയാണ്, എന്നാലും എന്നോട് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ചെറിയൊരു ശത്രുത പോലും ഇപ്പോൾ തോന്നരുതേ, നിന്നിലാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത്, എനിക്ക് വേറെ ആരും രക്ഷിക്കാനില്ല എന്ന് എലി കരഞ്ഞു പറയുന്ന, പൂച്ച കരഞ്ഞു പറയുന്ന ഒരു ഇതാണ് പാട്ടായിട്ട്, പദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൂഷകൻ ആ വൃക്ഷത്തിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യം നമുക്ക് ആ 70ാമത്തെ പേജിൽ കാണുവാനായിട്ടും സാധിക്കും. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അടുത്ത പേജിൽ കൊടുത്തിരിക്കുകയാണ്. അജന്മശത്രുഹോ സുചാരു പ്രശംസയ സംപ്രീതഃ സഹ മൂഷകഃ വൈര്യം സർവം വിസ്മൃത്യ ജാലതന്തൂൻ കർത്തയിത്വ മാർജാരം മോചിതവാൻ. ജന്മശത്രുവിൻ്റെ സുചാരു പ്രശംസ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകഴ്ത്തിപ്പാടൽ അല്ലെങ്കിൽ നല്ല വാക്കുകൾ കേട്ടിട്ട് സംപ്രീതനായ ആ മൂഷകൻ വൈര്യം സർവം വിസ്മൃത്യ എല്ലാ ദേഷ്യവും മറന്നുകൊണ്ട് ജാലതന്തൂൻ കർത്തയിത്വ വലകളുടെ കണ്ണികൾ മുറിച്ചുകൊണ്ട് മാർജാരം മോചിതവാൻ പൂച്ചയെ മോചിപ്പിച്ചു എന്നാണ്. അങ്ങനെ അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹബന്ധവും കൂടിയിട്ട് അവരുടെ വൈര്യം മാറി ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചേർന്ന, മിത്രത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ ഈ പാഠഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്. സഹൃദയത എന്ന നമ്മുടെ യൂണിറ്റിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കഥയാണിത്. അപ്പോൾ നമ്മുടെ ദീനദയാലുത, അതായത് അനുകമ്പയുള്ള ഒരു ഹൃദയമുള്ള, തൻ്റെ വൈര്യമൊക്കെ മറന്ന് എല്ലാം മറക്കാൻ തയ്യാറായ ഒരു മൂഷകൻ്റെ കഥയെ, അപ്പോൾ അതുപോലെ തന്നെ അവനെയും ആശ്രയിച്ച ഒരു പൂച്ചയുടെയും കഥയാണ് നമ്മളിനകത്ത് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ പദച്ഛേദങ്ങൾ കൊടുത്തിട്ടുണ്ട്. സഞ്ചരൻ ആസീത് പിരിച്ചു എഴുതുമ്പോൾ സഞ്ചരൻ അധികം ആസീത്, അന്വിഷ്യാബി അന്വിഷ്യ അധികം അബി, നാലഭത നാ പ്ലസ് അധികം അലഭത, ബദ്ധോ അഭവത് തഥ, മൂന്നായിട്ട് പിരിച്ചെഴുതണം. ബദ്ധഹ അഭവത് തഥ, രക്ഷേതി രക്ഷ അധികം ഇതി, വ്യലഭത് തഥ വ്യലഭത് അധികം തഥ, ബഹിരാഗത ബഹിഹി അധികം ആഗത, മാമാഖോ മാം പ്ലസ് അല്ലെങ്കിൽ അധികം ആഖോ, ജാലേത്ര ജാലേ അധികം അത്ര, ത്വാമഹം ത്വാം അധികം അഹം. ഇങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദങ്ങൾ കൊടുത്തിട്ടുള്ളത്, പാഠഭാഗത്തിൻ്റെ പദച്ഛേദങ്ങൾ. വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. പിപാസയ പാതും മിച്ഛ പിപാസ തയ, കുടിക്കാനുള്ള ആഗ്രഹം, പിപാസ തയ അതിനാൽ എന്നർത്ഥം. ക്ഷുധാർത്തഹ ക്ഷുതയ ആർത്തഹ, വിശപ്പിനാൽ വലഞ്ഞ എന്നർത്ഥം. മഹാമൂഷകഃ മഹാഞ്ച അസോ മൂഷകശ്ച, വലുതുമാണ് മൂഷകനുമാണ് എലിയുമാണ്, അപ്പോൾ വലിയ ഒരു എലി എന്നർത്ഥം വരുന്നത്. രാവേണ രവഹ എവ രാവഹ തേന, ശബ്ദം തന്നെയാണ് രാവഹ എന്ന് പറയുന്നത്. രവം എന്ന് വെച്ചാൽ ഒച്ച ശബ്ദം, അത് തന്നെയാണ് രാവഹ തേന അതിനാൽ എന്നർത്ഥം. വലിയ ശബ്ദത്താൽ എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഇനി പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് പാഠഭാഗം ഭാവതാളപൂർവകം വാചയതു. പാഠഭാഗം ഭാവത്തോടും താളത്തോടും കൂടി വായിക്കാനാണ്. ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉചിതഭാവ താള, ഉചിതമായ ഭാവവും താളവും. അക്ഷരസ്ഫുടത വേണം. ആശയ അവബോധ, ആശയം തിരിച്ചറിഞ്ഞുകൊണ്ട് വായിക്കണം. അവതരണ കൗശലം, അവതരിപ്പിക്കാനുള്ള കുശലത അല്ലെങ്കിൽ ആ ഒരു കഴിവ്. അടുത്തത് ചിത്രാനുസാരം കഥാം പൂരയതു എന്ന പ്രവർത്തനമാണ്. അപ്പോൾ ചിത്രത്തിനനുസരിച്ച് കഥ പൂരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഈ കഥയുമായി ആശയം വരുന്ന, അതുമായി ബന്ധപ്പെട്ട ഒരു 4 വാക്കുകളാണ് കഥയ്ക്ക് വേണ്ടി, 4 ഡയലോഗുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഇവിടെ പൂരിപ്പിച്ച് എഴുതേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അഹോഭാഗ്യം കഥഞ്ചിത് രക്ഷിതഃ എന്ന്
മൂഷകൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. അല്ലയോ ഭാഗ്യം, എന്താണ്, എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. ബാക്കിയുള്ള 3 ഡയലോഗുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതാത് സ്ഥാനങ്ങളിൽ കൊടുക്കണം. വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുക. ഈ പൂച്ച വലയിലകപ്പെട്ടപ്പോഴാണല്ലോ ഈ എലിയെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ വിളിച്ചപ്പോഴായിരിക്കണം എന്ത് പറഞ്ഞത്, എലി പറഞ്ഞത് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പേടിച്ച് ഈ പൂച്ചയെ കണ്ടപ്പോഴായിരിക്കും മാളത്തിൽ ഒളിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂച്ച പറയാൻ സാധ്യതയുള്ള ഡയലോഗ് അടുത്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്രമത്തിൽ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്, പൂരിപ്പിക്കേണ്ട വിധം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അഹോ ഭാഗ്യം കഥഞ്ചിത് രക്ഷിതഃ എന്ന് എലി പറയുകയാണ്. എന്താണ്, എന്തോ ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പൂച്ച പറയാൻ സാധ്യതയുള്ളത് ഭോ മൂഷകമിത്ര കൃപയാ ബഹിഹി ആഗച്ഛതു. എന്താണ്, എൻ്റെ കൂട്ടുകാരൻ എലി, നീ എന്താണ് ദയവായിട്ട് പുറത്തേക്ക് വരൂ എന്ന് പറയും അല്ലേ. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്തിനാണ് അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ എലിക്കത് അറിയില്ല എന്ന രീതിയിലാണ് ഇവിടെ കഥ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എലി രേ മാർജാര തവ മനോഗതം അഹം ജാനാമി. എന്താണ്, എടാ പൂച്ച, നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അപ്പോൾ അന്നേരം ഈ പൂച്ച നിവൃത്തിയില്ലാതെ അവിടെ പറയാണ്, ഹാ ഹന്ത മമ ദൗർഭാഗ്യം, ഓ കഷ്ടം, എൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. അത് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധേയോ അംശം എന്ന് കൊടുത്തിട്ടുണ്ട്. ഉചിതം വാക്യപൂരണം, ആശയാവബോധം. ശരിയായ വാക്യങ്ങൾ പൂരിപ്പിക്കണം, ആശയം തിരിച്ചറിയണം എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത പ്രവർത്തനം നോക്കാം. അധോദത്താം പട്ടികാം പഠിത്വ സൂചനാനുസാരം വാക്യാനി രചയതു. താഴെ നൽകിയിരിക്കുന്ന പട്ടിക വായിച്ചു നോക്കിയിട്ട് സൂചനയ്ക്ക് അനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അവിടെ ഒരു 4 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ മൂഷകഹ, സർപ്പഹ, ഖഗഹ, സിംഹഹ എന്ന് കൊടുത്തിട്ടുണ്ട്. എലി, പാമ്പ്, പക്ഷി, സിംഹം. രണ്ടാം കോളത്തിൽ കോട്ടരഹ, ബിലം, കന്ദരഹ, നീഡം. വിവിധ തരം ജീവികളുടെ വാസസ്ഥലങ്ങളാണിത്. ഓരോന്നിനും പ്രത്യേക അർത്ഥമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. കോട്ടരഹ എന്ന വാക്കിൻ്റെ അർത്ഥം പൊത്തുന്നതാണ്. അത് പൊത്തെന്ന് പറയുമ്പോൾ ഒരു മരത്തിൻ്റെ തടിയിൽ അല്ലെങ്കിൽ ശാഖയിലൊക്കെ ഉണ്ടാക്കുന്ന പൊള്ളയായ സ്ഥലമാണ്. അവിടെ പക്ഷികളും ചെറിയ ജീവികളൊക്കെ വസിക്കും. ബിലം എന്ന് വെച്ചാൽ മാളം എന്നാണ് അർത്ഥം. പാമ്പുകൾ, മുയലുകൾ തുടങ്ങിയ മൃഗങ്ങൾ വസിക്കുന്ന നിലത്ത് നിർമ്മിക്കുന്ന കുഴി അല്ലെങ്കിൽ ദ്വാരമാണ്, തുരങ്കം പോലെയുള്ളതാണ് ബിലം എന്ന് പറയുന്നത്. എലിയുടെ മാളം എന്നൊക്കെ നമ്മൾ പറയില്ലേ. കന്ദരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹയാണ്. ഒരു മലയിലോ പാറയിലോ ഒക്കെ നിർമ്മിച്ച ഒരു ഗുഹ. ചിലപ്പോൾ ഇത് പലപ്പോഴും വന്യമൃഗങ്ങളുടെ സ്ഥലമായിരിക്കും, ചിലപ്പോൾ സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഇടമായിട്ട് മാറാറുണ്ട്. നീഡം, ഈ പദത്തിൻ്റെ അർത്ഥം കൂട് അല്ലെങ്കിൽ വാസസ്ഥലം എന്നാണ്. പക്ഷിക്കൂടിനെ, വാസസ്ഥലത്തെയൊക്കെ സൂചിപ്പിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അടുത്ത കോളത്തിൽ ബഹിഹി എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്, പുറത്ത് എന്നർത്ഥം വരുന്നതാണ്. അടുത്ത ആഗച്ഛതി എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ട പ്രവർത്തനം ബഹി ശബ്ദത്തിൻ്റെ കൂടെ ഈ വാക്കുകൾ ചേർക്കുമ്പോൾ പഞ്ചമി വിഭക്തി ഉപയോഗിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മൂഷകഹ കോട്ടരാത് ബഹിഹി ആഗച്ഛതി. മൂഷകഹ കോട്ടരാത് ബഹിഹി ആഗച്ഛതി. അപ്പോൾ അതിൻ്റെ അർത്ഥം മൂഷകഹ എലി, കോട്ടരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊത്താണല്ലോ, കോട്ടരാത് പൊത്തിൽ നിന്നും, ബഹിഹി പുറത്തേക്ക്, ആഗച്ഛതി വരുന്നു എന്നർത്ഥം. നമ്മൾ സഹ എന്ന ശബ്ദം ഉപയോഗിക്കുമ്പോൾ തൃതീയ വിഭക്തി ഉപയോഗിക്കുന്ന പോലെ, അതുപോലെ തന്നെ പരിതഹ എന്ന വാക്കിൻ്റെ ഇവിടെ ദ്വിതീയ വിഭക്തി ഉപയോഗിക്കുന്ന പോലെ ബഹി ശബ്ദത്തിനിവിടെ പഞ്ചമി വിഭക്തി ഉപയോഗിക്കണമെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ താഴേക്കുള്ളത് നമ്മളൊന്ന് പൂരിപ്പിച്ച് നോക്കിയാൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. മൂഷകഹ കോട്ടരാത് ബഹിഹി ആഗച്ഛതി. കോട്ടരഹ എന്ന പുല്ലിംഗ ശബ്ദം, അതിൻ്റെ കൂടെ പഞ്ചമി ചേർക്കുമ്പോൾ കോട്ടരാത്. അടുത്തത് സർപ്പഹ ബിലാത് ബഹിഹി ആഗച്ഛതി. വനം ശബ്ദം നമുക്കറിയാലോ. അപ്പോൾ വനത്തിൻ്റെ പഞ്ചമി വനാദ് എന്നാണ്. അതുപോലെ തന്നെ ബിലത്തിൻ്റെ പഞ്ചമി ബിലാദ്. സർപ്പഹ ബിലാദ് ബഹിഹി ആഗച്ഛതി. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ബിലം എന്നല്ലേ, അപ്പോൾ ബിലമാദ് എന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചില സംശയമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ പറയുന്നത് ബില ശബ്ദമാണ്. ശബ്ദം ബില എന്നാണ്. അത് നപുംസകലിംഗ എന്ന് അറിയിക്കാനാണ് എന്നുള്ളത് അനുസാരം കൊടുത്തിരിക്കുന്നത്. ബിലം എന്നാണ് നപുംസകലിംഗം, ഏകവചനമാണെന്ന് അറിയാനാണ് ബിലം എന്ന്. അപ്പോൾ ആ വാക്കിന് ശരിക്കും ബില ശബ്ദമാണ്. അപ്പോൾ അതെന്താണ്, അപ്പോൾ ബില ശബ്ദം ആയതുകൊണ്ട് അതിന് പഞ്ചമി കൊടുക്കുമ്പോൾ ബിലാദ് എന്നാണ് വരുള്ളൂ. അപ്പോൾ വനശബ്ദം പോലെ തന്നെയാണ് അത്. അടുത്തത് കന്ദരഹ എന്നാണല്ലോ. ഖഗഹ കന്ദരാത് ബഹിഹി ആഗച്ഛതി എന്ന് പറയണം. അടുത്തത് നീഡം എന്ന വാക്കാണല്ലോ. സിംഹഹ നീടാത് ബഹിഹി ആഗച്ഛതി. ഇത്തരത്തിലാണ് പഞ്ചമി വിഭക്തി രൂപങ്ങൾ കൊടുത്ത ഈ വാചകങ്ങൾ നിർമ്മിക്കേണ്ടത്. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അധോദത്താനി വാക്യാനി സംഗണകയന്ത്രേ ടങ്കണം കൃത്വ പരിരക്ഷതു എന്നാണ് പ്രവർത്തനം. താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങളെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ആ വാചകം നമുക്ക് നോക്കാം. കേരളീയേഷു ചമ്പൂകാവ്യ കർത്തൃഷു പ്രമുഖോ ഭവതി
മേൽപ്പത്തൂർ നാരായണ ഭട്ടപാതഃ സ്യമന്തകം ദൂതവാക്യം കൗന്ദേയാഷ്ടകം രാജസൂയം ഇത്യാദീനി തസ്യ ചമ്പൂകാവ്യേഷു പ്രസിദ്ധാനി സന്തി. കാവ്യശാസ്ത്രാദിഷു അപി അനേകേ ഗ്രന്ഥാഃ അനേന വിരചിതാഃ. ഈ വാചകങ്ങളാണ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യേണ്ടത്. അത് ടീച്ചർമാർ അതിൻ്റെ ഫോണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ ആ പ്രവർത്തനം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി സംസ്കൃതത്തിൽ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയെങ്കിൽ കൂടി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത സംസ്കൃതത്തിൽ വരുന്ന തരത്തിലേക്കുള്ള ഇതൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിലൊക്കെ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. സൂചനാനുസാരം കോഷ്ടകേ ദത്തം പദം പഞ്ചമി വിഭക്തി അന്തപദേന പരിവർത്തിയ വാക്യാനി പൂരയിതു. സൂചന പോലെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പദത്തിനെ പഞ്ചമി വിഭക്തി അന്തപദേന, അതായത് നൽകിയിരിക്കുന്ന വാക്കുകളുടെ പഞ്ചമി വിഭക്തി രൂപം കണ്ടുപിടിച്ചിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തെ വാചകത്തിൻ്റെ ബ്രാക്കറ്റിൽ ഹിമാലയ എന്നാണ്. അപ്പോൾ ഗംഗ ഹിമാലയാത് പ്രവഹതി, ഹിമാലയത്തിൽ നിന്നും പ്രവഹിക്കുന്നു എന്നാണ് വരും. ശിശുഹു ബ്രാക്കറ്റിൽ തൽപഹ എന്നാണ്. തൽപാത് ഉത്തിഷ്ഠതി, ശിശു എന്നാണ് തറയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. വാനരഹ വൃക്ഷാത് അവതരതി, വൃക്ഷ എന്നാണ് അവിടെ തന്നെ വൃക്ഷാത്. അപ്പോൾ അവതരതി വാനരൻ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങുന്നു. പിതാ നഗരാത് ആഗച്ഛതി, അച്ഛൻ പട്ടണത്തിൽ നിന്നും വരുന്നു. സിംഹ വനാത് ആഗച്ഛതി, സിംഹം വനത്തിൽ നിന്നും വരുന്നു എന്ന രീതിയിലേക്ക് വരും. ഇങ്ങനെയാണത് പൂരിപ്പിച്ച് വിടേണ്ടത്. ഇങ്ങനെ ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു. അനുബന്ധം കൊടുത്തിട്ടുണ്ട്. തന്തു ശബ്ദത്തിൻ്റെ ഉകാരാന്ത പുല്ലിംഗമായി തന്തു ശബ്ദത്തിൻ്റെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. 7 വിഭക്തികളുടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ധാതു രൂപങ്ങൾ തൊട്ട് താഴെ കാണാം. ഋതുധാതുവിൻ്റെ വർത്തമാനകാല രൂപം ലട്ടിലകാരത്തുള്ള രൂപമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അമരകോശം കാണാം. മൂഷകഃ മാർജാരഃ വ്യാധഃ എന്നീ പദങ്ങളുടെ അമരകോശമാണ് അവിടെ നൽകിയിരിക്കുന്നത്. തുടർന്ന് ഈ പാഠത്തിലെ വ്യാകരണ വിശേഷമായ ബഹിർയോഗേ പഞ്ചമി, ബഹി ശബ്ദത്തിൻ്റെ കൂടെ പഞ്ചമി വിഭക്തി പ്രയുജ്യത, അതായത് അതിലൂടെ പഞ്ചമി വിഭക്തിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുന്നു. യഥ ഗജഃ വനാത് ബഹിഹി ഗച്ഛതി, ഇതേപോലെയുള്ള ഒരു വ്യാകരണ വിശേഷം എങ്ങനെയാണ് ബഹിശബ്ദത്തിൻ്റെ കൂടെ പഞ്ചമിയാണ് വരേണ്ടതെന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. തൊട്ടടുത്തായി നമുക്ക് ശബ്ദകോശം കാണാൻ സാധിക്കും. ഈ പാഠത്തിലെ എല്ലാ അർത്ഥങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ അർത്ഥങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അധികതാഹ അംശാഹ കൊടുത്തിട്ടാണ്. പാഠഭാഗം സസ്വരം അപടത്, ഉറക്കെ വായിച്ചു. കഥാം അലിഖത്, കഥ എഴുതി. ബഹിഹി ഇത്യവ്യയം ഉപയോഗിച്ച വാക്യാനി അലിഖത്, ബഹിഹി എന്ന അവ്യയം ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതി. പഞ്ചമ്യന്ത പദാനി ഉപയോഗിച്ച് വാക്യാനി അലിഖത്, പഞ്ചമി അന്തത്തിൽ വരുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ചെയ്ത പ്രവർത്തനം തന്നെയാണ്. ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാനും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഓർമ്മിച്ചെടുക്കാനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു റീകോളിൻ്റെ ഒരു ചിഹ്നം അവിടെ കൊടുത്തേക്കാൻ, എല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ റിവിഷൻ്റെ ഒരു ഇതും കൂടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പാഠം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. 7ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം മാനവികത എന്ന യൂണിറ്റിൽ ആരംഭിച്ച് സഹൃദയത എന്ന യൂണിറ്റിൽ തീരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാനുഷിക മൂല്യങ്ങളെല്ലാം തിരിച്ചറിയേണ്ട എല്ലാ കഥകളും പാട്ടുകളെ ഉൾപ്പെടുത്തിയ പുസ്തകം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. പരീക്ഷയിലേക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. ധന്യവാദ.